നമസ്കാരം പ്രശാന്ത്. നമസ്കാരം. കോൺഗ്രസ് വക്താവ് ഷമാ മുഹമ്മദിനെ അറിയാമല്ലോ. വാ തുറന്നാൽ ഒരുപക്ഷെ ഒന്ന് മലയാളം സ്ഫുടമായി സംസാരിക്കാൻ അവർക്ക് അത് പിന്നെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഒരുപക്ഷെ ജനിച്ചതും വളർന്നു ഒക്കെ പുറത്താണെങ്കിൽ അങ്ങനെയൊക്കെ വരും. സ്ഫുടതയോടെ സംസാരിക്കാൻ അറിയില്ല എന്ന് മാത്രമല്ല പലപ്പോഴും അബദ്ധങ്ങൾ വിളിച്ചു പറയും. നമുക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റനെ കുറിച്ച് രോഹിത് ശർമ്മയെ കുറിച്ച് പറഞ്ഞൊരു കാര്യമാണ് വലിയ വിവാദമായിട്ടുണ്ട്. രോഹിത് ശർമ്മയ്ക്ക് തടി കൊണ്ടെന്ന് പറഞ്ഞ് ബോഡി ഷേമിംഗ് ഒക്കെ നടത്തി വലിയ രീതിയിൽ അതിന് എതിർപ്പുകളൊക്കെ വന്നു. നമ്മുടെ യുവരാജ് സിംഗിന്റെ അച്ഛനായ യോഗരാജ് സിംഗ് ആണ് ഒടുവിൽ വലിയ എതിർപ്പുമായി വന്നിരിക്കുന്നത്. വളരെ രൂക്ഷമായ ഭാഷയിലാണല്ലോ അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെയൊക്കെ പറയുന്നത് പാകിസ്ഥാനിലാണ്. ഇവിടെ ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞാൽ അത് രാഷ്ട്രീയമായി ബന്ധപ്പെട്ടുള്ളവർ അങ്ങനെ പറഞ്ഞാൽ ഞാനായിരുന്നു പ്രധാനമന്ത്രിയെങ്കിൽ പെട്ടിയെടുത്ത് പോയിക്കോളാൻ പറയും, രാജ്യം പറയും എന്നൊക്കെയാണ് അദ്ദേഹം അങ്ങനെ ക്ഷുഭിതനായതിൽ അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങളുണ്ട് അല്ലെ. ഇപ്പോ ഷമാ മുഹമ്മദ് ഏറ്റവും പുതുതായിട്ട് കങ്കണ റണാവത്ത് പണ്ട് ഇങ്ങനെ എന്തോ പറഞ്ഞതിന്റെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവരെ ന്യായീകരിക്കാൻ മാത്രമാണ് നിൽക്കുന്നത്. അവർക്ക് അതിലൊരു പശ്ചാത്താപം ഇല്ലെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്തായാലും ഷമയുടെ പ്രസ്താവനയും തുടർന്ന് വന്ന വിവാദങ്ങളെ എങ്ങനെ നോക്കിക്കാണും? കോമഡി സ്റ്റാർ ക്ഷമാ മുഹമ്മദ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിവരുടെ പരിപാടി കണ്ടാൽ നമുക്ക് ചിരിക്കാനുള്ള ഒരു ഭാഗം. കാരണം അവർക്കും അറിയത്തില്ല, നമുക്കൊന്നും മനസ്സിലാകത്തുമില്ല. അതുകൊണ്ട് വ്യക്തമായിട്ട് ഇരുന്നിട്ട് സംസാരിക്കുന്നതായിട്ട് നിങ്ങൾ ഈ ലക്ഷ്മി ആലോചിക്കേണ്ടത് ഇവരെ എന്തിനാ ഈ ലക്ഷ്മി ആലോചിച്ചിട്ടുണ്ട് ഇവരിൽ എന്ത് ക്വാളിറ്റിയാണ് നിങ്ങൾ ഇത്ര നാള് വെളിയിൽ നിന്ന് നോക്കി കാണുമ്പോഴാണ് ഒരു പാർട്ടിക്ക് നൽകാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഇവരെ എന്തിനാണ് ദേശീയ വ്യക്താവായിട്ട് വെച്ചിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഒരു ദേശീയ വ്യക്താവിനെ നമ്മൾ കോൺഗ്രസിന്റെ അകത്തായാലും മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തായാലും BJPക്ക് അകത്തായാലും നമ്മൾ തീരുമാനിക്കുമ്പോൾ അതുകൊണ്ട് അവരുടെ ഐഡിയോളജി ദേശീയ തലത്തിൽ വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് പ്രചരിപ്പിക്കാൻ കഴിയുന്നതും അത് വളരെ കൃത്യമായിട്ട് ആൾക്കാരും അല്ലെങ്കിൽ മാധ്യമങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് പോലെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് ഈ ഷമാ മുഹമ്മദിനെ ദേശീയ വ്യക്തമായിട്ട് വച്ചാൽ. അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യത്തിനകത്ത് അവർക്ക് എന്തെങ്കിലും കാര്യത്തെപ്പറ്റി രാജ്യത്തെ പറ്റി ബോധ്യമുണ്ടോ, അല്ലെങ്കിൽ കോൺഗ്രസിനെ പറ്റി ബോധ്യമുണ്ടോ, പൊതുജന സേവനത്തെ പറ്റി ബോധ്യം, ഒന്നിനെ പറ്റിയും ബോധ്യം. അവർക്ക് ആകെ ബോധ്യമുള്ളത് ഇന്ത്യ വിരുദ്ധതയാ. നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം ക്രിക്കറ്റ് താരം ആരുടെ അച്ഛനാണെന്ന് എനിക്ക് വ്യക്തമാവുന്നില്ല. ആ അച്ഛൻ പറഞ്ഞതുപോലെ പാകിസ്ഥാനി പാകിസ്ഥാനിന്റെ യുവരാജ് സിംഗ് പ്ലെയറാണ്. യുവരാജ് സിംഗിന്റെ അച്ഛൻ പറയുന്നു ഇവരെ പാകിസ്ഥാനിലേക്ക് വിടണം, അല്ലെങ്കിൽ പാകിസ്ഥാൻ മനസ്സുമായിട്ട് നിൽക്കുന്ന ഇവരെ ആ രീതിയിൽ കൈകാര്യം ചെയ്യണം. പാകിസ്ഥാനിലേക്ക് വിടണമാണോ അതോ ജയിലിൽ പിടിച്ചിടണോ എന്ന് അറിയത്തില്ല. എന്റെ പൊന്നു യുവരാജ് സിംഗിന്റെ അച്ഛ ഇവരെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കകത്ത് നിൽക്കുന്ന പാകിസ്ഥാന്റെ മനസ്സുള്ള ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ മനസ്സുള്ള കൃത്യമായിട്ടുള്ള ഒരാളാണ്. ഇവരെ ഇതിനകത്ത് നിലനിൽക്കുന്നത് തന്നെ അതുകൊണ്ടാണ്. കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഇവരെ വലിയ വിവാദങ്ങളിൽ വന്നിട്ട് പോലും പാർട്ടിക്കകത്ത് നിലനിൽക്കുന്നതിന്റെ പുറകിലെന്ന് പറഞ്ഞാൽ സാം പത്രോത്യ എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, അമേരിക്കയിൽ ഇരുന്ന ഈ പാർട്ടി നിയന്ത്രിക്കുന്ന ഫ്രഞ്ച് താടിക്കാരൻ. ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഒക്കെ അമേരിക്കയുടെ അല്ലെ ഇന്ത്യക്കെതിരെയുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് എഴുതി കുറിച്ചു കൊടുക്കുന്ന ആളും അതിന്റെ ഫണ്ട് മേടിച്ചു കൊടുക്കുന്ന ആളും ഒക്കെയാണ്. അതേ ലൈൻ ഇവർ ഇറ്റാലിയൻ മെമ്പർഷിപ്പ് ഉള്ള ഒരു സ്ത്രീയാ ഈ പറയുന്ന ഷമാ മുഹമ്മദ്. ഭർത്താവ് ഇറ്റലിക്കാരനാ. അയാളെയും കളഞ്ഞിട്ട് വളരെ കൃത്യമായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ പ്രചരണം, അവരൊരു കൃത്യമായ ഹിന്ദു വിരുദ്ധ പ്രചരണം നടത്തുന്ന ആളാ, കൃത്യമായ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആളാ. അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് എന്ത് കോട്ടം ഈ പറയുന്ന കോൺഗ്രസിന് വന്നാലും അവരെ വ്യക്തമായിട്ടും അവരെ കൃത്യമായിട്ട് നിലനിർത്തി പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇവരോട് മത്സരിക്കാൻ നോക്കിയല്ലോ നമ്മുടെ യൂത്ത് കോൺഗ്രസ്, അല്ലെങ്കിൽ പാലക്കാട്ട് നിന്ന് വന്ന ഷാഫിയുടെ മണ്ഡലത്തിൽ. അവരവിടുത്തുകാരിയാ, എന്റെ അമ്മൂമ്മയുടെ അമ്മൂമ്മ ഇവിടെ ഉണ്ടായിരുന്നു, എനിക്ക് അതുകൊണ്ട് ഇവിടെ മത്സരിക്കണം. മാത്രവുമല്ല അവരെന്ന് പറഞ്ഞ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ആൾക്കാരാ ഉള്ളത്, മുസ്ലിങ്ങളാ ഉള്ളത്, അതുകൊണ്ട് എനിക്കൊരു സീറ്റ് തരണം. അന്നേരം ആണ് നമ്മുടെ KPC പ്രസിഡന്റ് പറഞ്ഞ ഈ ഷമാ മുഹമ്മദ് പുള്ളിക്ക് ഒന്നാമതേ ഓർമ്മയില്ല ഏതാണ് ഷമാ മുഹമ്മദ്. പുള്ളി അത് ചോദിച്ചു, എനിക്ക് ഓർമ്മയില്ല. അവരെന്തെങ്കിലുമൊക്കെ നടന്ന് പറയും. ഒന്നാമതെ പുള്ളിക്ക് ഓർമ്മയുടെ ഒരു ചെറിയ വിഷയമുണ്ട്. മാത്രമല്ല പിന്നെ പുള്ളി പറഞ്ഞു. അപ്പം നിങ്ങൾ പറഞ്ഞത് ഇവരെ ആക്ഷേപിക്കും. ഇവര് നേരത്തെ പപ്പുവിനെ പട്ടിന്ന് വിളിച്ചതാ, ഓർമ്മയുണ്ടോ? ഏത് പട്ടിക്ക് ഒരു ദിവസം ഉണ്ടോ ഒരു ചർച്ചയ്ക്കകത്ത് പറഞ്ഞ നിങ്ങൾ എന്താ അധികാരത്തിൽ വരാത്തെ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എന്താ കൃത്യമായിട്ട് ഈ ലൈം ലൈറ്റ് വരാത്തേന്ന് പറഞ്ഞു ഏത് പട്ടിക്കും ഒരു അവസരം ഉണ്ടാവും. അതുപോലെ ഞങ്ങളുടെ രാഹുൽ ഗാന്ധിക്കും ഒരു ദിവസം ഒരു അവസരം ഉണ്ടാവും.
അതിന്റെ അർത്ഥം എന്താ? ലക്ഷ്മി എന്ന് പറ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ വക്താവ് ഒരു ചാനൽ ചർച്ച വന്നിരുന്ന് പറയുക. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അപ്പൊ അവർക്ക് ആരെയും രാഹുൽ ഗാന്ധിയെ പട്ടിന്ന് വിളിക്കാമെങ്കിൽ പിന്നെ ഈ പറയുന്ന ഇന്ത്യയുടെ ക്യാപ്റ്റനെ എന്താ അവർക്ക്? അദ്ദേഹം ഇപ്പം ചാമ്പ്യൻസ് മത്സരമൊക്കെ ജയിച്ച് വളരെ കൃത്യമായിട്ട് നിൽക്കുന്ന ആളാ. നല്ല നല്ല ക്യാപ്റ്റനാണ്. ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ ലോകം അംഗീകരിക്കുന്നതാണ്. ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ലക്ഷ്മിക്കറിയോ, ഈ ക്രിക്കറ്റിനകത്ത് ലോകത്തില് ഇന്ത്യയുടെ ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ ഈ അമേരിക്കൻ പ്രസിഡന്റ് പോലെ വലിയ അംഗീകാരമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ, ലോകത്തിലെ ഏറ്റവും വലിയ ടീമിനകത്ത് വരുന്ന ടീമാണ്. അതുപോലെ നമ്മുടെ ക്രിക്കറ്റ് അസോസിയേഷൻ മറ്റേ ഈ ലോക മൊത്തത്തിലുള്ള അസോസിയേഷനെക്കാട്ടിൽ വിലയുണ്ട്. അപ്പൊ ആ സമയത്താണ് ഇവര് ഈ പറഞ്ഞ പോലെ പ്രസ്താവന, രോഹിത് ശർമ്മയുടെ ശരീരത്തിനകത്ത് എന്തോ ശരിക്കും ബോഡി ഷേമിംഗ് ആണ്, അദ്ദേഹത്തിന് കായിക ക്ഷമത ഉണ്ടോ എന്ന് പരിശോധിക്കണം. അപ്പൊ അത് ഏതെല്ലാം മേഖലയിൽ പോയെന്നറിയാം. അദ്ദേഹം നമ്മുടെ ഇന്ത്യയുടെ ക്യാപ്റ്റൻ. അപ്പൊ കായികക്ഷമത പരിശോധിക്കുന്നതിനകത്ത് മോശമുള്ള രാജ്യമായിട്ട് ഇന്ത്യ. ഞാനീ പറഞ്ഞത് അവര് അറിയാൻ മേലെ പറഞ്ഞില്ല, അവർക്കൊന്ന് ഹൈലൈറ്റ് കിട്ടും. ഇതിപ്പോ ദേശീയ തലത്തിൽ ഹൈലൈറ്റ് ആയില്ലേ? ഈ എന്ത് പറഞ്ഞു എന്നുള്ളതല്ല, ഇപ്പൊ ലോകം മൊത്തം ചർച്ച ക്ഷമാമുഖം അവർക്ക് ഹൈലൈറ്റ് ആയി. അതുപോലെ തന്നെ ക്രിക്കറ്റിനെ മോശമാക്കി, ഇന്ത്യയെ മോശമാക്കി. ആണ് ഇവിടുത്തെ ക്രിക്കറ്റ് ക്യാപ്റ്റൻ കൊള്ളത്തില്ല, കായികക്ഷമത ഇല്ലാത്തവനാണ്, അത്തരത്തിൽ ഉള്ള പരിശോധനകൾ ഇവിടില്ല, ഏതെല്ലാം രീതിയിൽ ചർച്ച വരുമെന്നാ പറയുന്നത്. ഇവർക്ക് വിവരമുണ്ടോ വിവരമില്ല എന്നുള്ള കാര്യം അല്ലെങ്കിൽ മറ്റു കാര്യമൊക്കെ നമുക്കേ അറിയത്തുള്ളൂ. ഇന്ത്യക്ക് പുറത്ത് ചർച്ച ചെയ്യുമ്പോഴത്തേനെ വേറെയുള്ള ആൾക്കാരെ ചർച്ച ചെയ്യുന്നത് അപ്പം ഈ മാതിരിയുള്ള കാര്യം പറയാൻ അല്ലെങ്കിൽ പറയുന്ന ആള് അത്തരത്തിൽ ബോധമുള്ളവരും അത്തരത്തിൽ ആളായിട്ട് വെളിയിൽ കാണത്തുള്ളൂ. അപ്പൊ ഇത് വലിയ മോശം. ഇത് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് രാഹുൽ ഗാന്ധി അമേരിക്കയിൽ പോയി ചെയ്തു, രാഹുൽ ഗാന്ധി ലണ്ടനിൽ പോയി ചെയ്തു. നമ്മുടെ ഇന്ത്യക്കെതിരെ പറയുന്നു, അല്ലെങ്കിൽ അത് പറയുന്നത് എന്തിനാ? നമ്മൾ വിചാരിക്കും മണ്ടത്തരം പറയുകയാണ്. മണ്ടത്തരമല്ല എന്റെ പൊന്നു ലക്ഷ്മി, ഇത് അജണ്ടയാ. പറയുന്ന ആൾക്കാരെ കൊണ്ട് പറയുക. ഇപ്പൊ ലക്ഷ്മി ഒരു കാര്യം പറഞ്ഞാലോ, ഞാനൊരു കാര്യം പറഞ്ഞാലോ അതിന്റെ വോയിസ് എവിടം വരെ പോവും, അതിന്റെ പ്രചരണം എവിടം വരെ പോവും. അതേസമയം രാഹുൽ ഗാന്ധി പറഞ്ഞാലോ പോങ്ങനാന്നുള്ള കാര്യം, അല്ലെങ്കിൽ കൊള്ളില്ലാത്തുള്ള കാര്യമൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ അയാൾ മണ്ടനാണെങ്കിലും അയാൾ ഇരിക്കുന്ന പൊസിഷൻ അത്രയ്ക്ക് വലുതല്ലേ. 60 കൊല്ലം ഇന്ത്യ ഭരിച്ച പാർട്ടിയുടെ നേതാവ്, ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യയുടെ പ്രതിപക്ഷ നേതാവ്, രാജീവ് ഗാന്ധിയുടെ മകൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇന്ദിരാഗാന്ധിയുടെ ചെറുമകൻ. അപ്പൊ അതിന് വലിയ വിലയുണ്ട്. അത് അമേരിക്കയിൽ പോയാൽ ഇന്ത്യക്ക് മോശമായിട്ട്, ഇന്ത്യയിൽ ജനാധിപത്യം ഇല്ല, നിങ്ങൾ ഇടപെടണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തം മോശമാണെന്ന് പറയുമ്പോൾ അത് ലോകം മൊത്തം ചർച്ചയാവും. അതേ ഒരു ക്ലാസ് എടുക്കുമ്പോൾ വിദ്യാർത്ഥികളെടുത്ത് പറഞ്ഞാൽ, അവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ IQ അല്ലെങ്കിൽ നോളജ് ഉള്ളവരും ബോധമുള്ളവരും അത് ചർച്ചയാവും. എന്ന് പറഞ്ഞ പോലെ ക്ഷമാമുഖം അത് വേറൊരുപക്ഷിയാണോ അല്ലയോ എന്നുള്ള കാര്യത്തെ പറ്റി നമ്മൾക്കറിയത്തില്ല, അല്ലെങ്കിൽ അവർ പരിശോധിക്കണം, ജനം തീരുമാനിക്കണം. പക്ഷെ അവർ പറയുന്നത് ഇന്ത്യയുടെ ക്യാപ്റ്റനെ പറ്റി ആകുമ്പോൾ അവരുടെ പേര് ലോക നിലവാരത്തിന് എത്തുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പേര് അത്രയും മോശമാവുകയും ചെയ്യും. ആ പണി ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇറ്റാലിയൻ മെമ്പർഷിപ്പ് ഉള്ള ഭർത്താവിനെയും കളഞ്ഞിട്ട് മെനക്കെട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്. അല്ലാതെ വേറെ വലിയ പ്രയോജനമൊന്നുമില്ല. നമ്മൾ പറഞ്ഞു വന്നത് ഷമാ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി, അവർ പറഞ്ഞത് ഈ പറയുന്ന പോലെ അവരുടെ അജണ്ട എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ അജണ്ടയാണ്, ബംഗ്ലാദേശിന്റെ അജണ്ടയാണ്, അമേരിക്കയുടെ അജണ്ടയാണ്. അമേരിക്കയുടെ അജണ്ട എന്ന് പറയുന്നത് അമേരിക്കയുടെ ഇന്ത്യ വിരുദ്ധയാണ്. അപ്പം ഇത് പാസ്സാക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന ആളാണ്. അപ്പം അതവര് ഈ പറയുന്നത് പോലെ അവരുടെ മുമ്പേ പറഞ്ഞ അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി, അവരെ ലോകം മൊത്തം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അവർ ഇന്ത്യയുടെ ക്യാപ്റ്റനെ പറ്റി മോശമാക്കുന്നു. അപ്പൊ ഇന്ത്യയുടെ ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കുന്നതിന് കായികക്ഷമത ഇല്ലാതല്ലേ തെരഞ്ഞെടുക്കുന്നത്? ഇന്ത്യയുടെ ക്യാപ്റ്റൻ മോശമല്ലേ? അപ്പൊ ഇന്ത്യക്കകത്ത് ഇതുപോലെയുള്ള കാര്യങ്ങൾ എത്രത്തോളം മോശമാണ് എന്ന് വരുത്തി തീർക്കുക. ഇന്ത്യയെ മോശമാക്കുന്നതിനൊപ്പം തന്നെ അവർക്ക് നല്ല രീതിയിൽ അവർ ചർച്ചയാവും, ഇന്ത്യക്കകത്ത് ചർച്ചയാവും, ദേശീയ തലത്തിൽ ചർച്ചയാവും. ദേശീയ തലത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ആൾക്കാർ വിചാരിക്കുന്ന ക്ഷമാമുഖം എന്ന് പറയുന്ന ഇത്തരത്തിൽ കാര്യങ്ങൾ അഭിപ്രായം പറയാൻ ഇന്ത്യ അവസരം കൊടുക്കുമ്പോൾ അവർ വലിയ ആളാണ്, അവർക്ക് വലിയ ബോധമുള്ള ആളാണെന്നാണ് വെളിയിലുള്ളവർ വിചാരിക്കുന്നത്. ഇവര് ബോധക്കേടിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണെന്നുള്ള കാര്യം നമുക്കല്ലേ അറിയത്തുള്ളൂ. അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധയ്ക്ക് വേണ്ടി കോൺഗ്രസ് നിയോഗിച്ചേക്കുന്ന ആളാണെന്നും, അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ അച്ചാരം മേടിച്ച് രാഷ്ട്രീയപ്രവർത്തനം നടത്തുന്ന ആളാണെന്നും, ഇറ്റലിയിൽ നിന്ന് ഇവിടെ വന്ന് നിന്നിട്ട് പാകിസ്ഥാൻ അജണ്ട പാസ്സാക്കാൻ നിൽക്കുന്ന ആളാണെന്നും ഒക്കെ നമുക്കല്ലേ അറിയത്തുള്ളൂ. അത് ലോകത്തിന് അറിയത്തില്ലല്ലോ. അപ്പൊ ഇതിനകത്തൊരു കൃത്യമായ പൊളിറ്റിക്സ് ഉണ്ട്. അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി. ഷമാ മുഹമ്മദിന്റെ വിവരക്കേടല്ല പപ്പുവിനെ പട്ടിന്ന് വിളിച്ചതും അല്ലെങ്കിൽ ഈ പറയുന്ന ബോഡി ഷേമിങ്ങിനും ഒക്കെ അകത്തൊക്കെ കൃത്യമായ ഒരു അജണ്ടയുണ്ട്. അവർക്ക് നടക്കാലത്തെ ഇവിടെ മത്സരിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി, അവരെ ഒരു MP ആക്കി, അവരെ ഞാൻ പറയുന്നത് കോൺഗ്രസ് അവിടെ കൊണ്ടുപോയി പാർലമെന്റിലെയും ഒരു കൃത്യമായ പോസ്റ്റൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തി കാര്യങ്ങൾ പറയിക്കണമെന്നാണ്. ഏതായാലും നമ്മൾ ഈ പറഞ്ഞതുപോലെ BJPക്ക് ഒരു അനുഗ്രഹമായി ഷമാ മുഹമ്മദ്, രാഹുൽ ഗാന്ധി, ഇങ്ങനെ കുറെ നേതാക്കന്മാരുണ്ട്. കാരണം അവർക്ക്
പണി കുറഞ്ഞിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഈ അവർക്ക് ഉയർത്തി കാണിക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കകത്ത് വരുന്നതാണല്ലോ ഈ ആദ്യ രാഹുൽ ഗാന്ധി ഉയർത്തി കാണിക്കും. അപ്പം ഓക്കെ, രണ്ടാമത് ഷമാ മുഹമ്മദ്, ദേശീയ വക്താവല്ലേ, ഇതിനെയൊക്കെ ഉയർത്തി കാണിച്ച് ഈ പണി കുറഞ്ഞിരിക്കും. അല്ലെങ്കിൽ BJPക്ക് ഒരു അസറ്റാണ് ഈ ഷമാ മുഹമ്മദും അതെ, ഈ രാഹുൽ ഏത് ഗാന്ധിയൊക്കെ. പട്ടിക്ക് ഒരു ദിവസം അപ്പം ഉണ്ടെന്ന് അത് രാഹുലിനെ കുറിച്ച് ഈ തെരഞ്ഞെടുപ്പ് തോൽവിയെ കുറിച്ച് പറഞ്ഞതുപോലെയാണ് ഇപ്പൊ വീണ്ടും ഈ 90 ഇലക്ഷൻ തോറ്റ രാഹുലിനെ എന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആക്കുമെന്ന് പറഞ്ഞ് BJP തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും രാഹുൽ എയറിലാണ് ഷമയുടെ പരിശ്രമത്തിന്റെ ഭാഗമായി. അതെ അതാ ഞാൻ പറഞ്ഞത്, BJPക്ക് ഇതൊരു വലിയ അസറ്റാണ്. ഇവര് ഈ പറയുന്ന അവർക്ക് ഒരു പണിയില്ലാത്ത സമയത്ത് അവർക്ക് പണി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരവസ്ഥ. ഈ രണ്ട് സൈഡിൽ നിന്നും പൈസ മേടിക്കുന്നോണ്ടും അറിയത്തില്ല ലക്ഷ്മി, അന്ത്യാവിരുദ്ധ ശക്തികളുടെ നിന്നും പൈസ കിട്ടും, BJPയും കത്തെ കാശോ കൊടുക്കും ഇടയ്ക്കിടയ്ക്ക്. ചിലപ്പോ അമിത്ഷാ പറയുമായിരിക്കും, ക്ഷമ ഇതുപോലെ കാച്ചിക്കോണം, ഒരു 100-200 കോടി രൂപ നമ്മള് വേണ്ട കൈകാര്യം ചെയ്യുക. കാരണം ആ പുള്ളിക്ക് ഇപ്പം ഈ പർച്ചേസിങ് മനോഭാവമുള്ള രാഷ്ട്രീയക്കാരൻ. പുള്ളിക്ക് പാർട്ടി സംവിധാനത്തിനകത്ത് കൃത്യമായിട്ട് അത് വലുതാവണം. അതിന് പർച്ചേസ് ചെയ്യണേ പർച്ചേസ് ചെയ്യാം, അറിയാൻ പറ്റത്തില്ല. എന്തായാലും അവരുടെ സമയം കാശ് രണ്ടിടത്തൊന്നും കിട്ടുമായിരിക്കും അല്ലേ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.